ഹായ് ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഒക്കെ ഇരിക്കുവാണല്ലോ അല്ലേ? ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത്, എന്നും നമ്മൾ വൈകിട്ട് പലഹാരങ്ങളൊക്കെ അല്ലേ കഴിക്കുന്നത് ചായയുടെ കൂടെ. ഇന്ന് ഞാനൊരു കപ്പപ്പുഴുക്കാണ് കാണിക്കുന്നത്. കപ്പ പുഴുങ്ങിയതും ചമ്മന്തിയും കട്ടൻ ചായയും. അതിനായി ഞാനിവിടെ കപ്പ പൊളിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് കലം കഴുകി അതിനകത്തേക്ക് കപ്പയെല്ലാം വൃത്തിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ. ഞാൻ മൺകലത്തിലാണ് ഇവിടെ കപ്പ പുഴുങ്ങിയെടുക്കുന്നത്. ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്ത് കഴുകി വാരി കലത്തിൽ വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെക്കുവാണേ. ഞാൻ ഈ കപ്പപ്പുഴുക്കിൻ്റെ കൂടെ കഴിക്കാനായിട്ട് സ്പെഷ്യലായിട്ടുള്ള ഒരു ചമ്മന്തിയും കൂടാണ് ഉണ്ടാക്കുന്നത്. പച്ചക്കുരുമുളകും പച്ചമുളകും ചുവന്നുള്ളിയൊക്കെ ചേർത്ത് നല്ല അടിപൊളി ടേസ്റ്റോട് കൂടിയൊരു ചമ്മന്തിയാണത്. നിങ്ങളിങ്ങനെ കഴിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇതൊന്നും ഉണ്ടാക്കി കഴിച്ച് നോക്കണം കേട്ടോ. കഴിച്ചിട്ടുള്ളവർ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നമ്മൾ അടുപ്പൊക്കെ കത്തിച്ച് കപ്പ പുഴുങ്ങാനായിട്ട് അടുപ്പത്തോട്ട് വെക്കുവാണേ. ഇനി നമുക്കത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോഴത്തേക്കും നമുക്ക് ചമ്മന്തിയൊക്കെ റെഡിയാക്കി എടുക്കാം. ഞാൻ മിക്സിയിലല്ലേ ചമ്മന്തി അരയ്ക്കുന്നത്, അരകല്ലിൽ തന്നെയാണ് കേട്ടോ. മിക്സിയിൽ അരച്ചാൽ കൂടുതൽ അങ്ങ് അരഞ്ഞു പോകുന്നത് കൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. നമുക്ക് ചമ്മന്തിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ പച്ചക്കുരുമുളകും പച്ചമുളക്, ചുവന്നുള്ളി, ഉപ്പ്, വാളൻപുളി എന്നിവയാണ്. ഇതെല്ലാം ചെറിയ നല്ലതുപോലെ ഒന്ന് കല്ലിൽ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചമ്മന്തി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ ചമ്മന്തിയിലേക്ക് നമ്മൾ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ അങ്ങോട്ട് ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർത്ത് എടുത്താലുണ്ടല്ലോ, കപ്പ എത്ര തിന്നാലും മതിയാവത്തില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ കപ്പയൊക്കെ നല്ലപോലെ ഒന്ന് വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി വെക്കണേ. എന്നിട്ട് നമുക്ക് അതിൽ നിന്നൊരു കപ്പ എടുത്ത് നല്ലപോലെ വെന്തിട്ടുണ്ടോ എന്ന് നോക്കാവേ. അപ്പോൾ കപ്പയെല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ കുടിക്കാനായിട്ട് നല്ല ചൂട് കട്ടൻ ചായയാണ് ഞാനിടുന്നത്. തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ തേയിലപ്പൊടി ഇട്ട് നല്ലതുപോലെ തിളച്ച് വരുമ്പോഴത്തേക്ക് അത് ഊറ്റി നമുക്ക് എടുത്ത് വെക്കാം. ഈ കട്ടൻ ചായയിലേക്ക് വളരെ കുറച്ച് മാത്രം പഞ്ചസാരയും ചേർത്ത് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ കപ്പയെല്ലാം വെന്ത് വന്ന് റെഡി ആയിട്ടുണ്ട്. നമുക്കത് ഒരു കണ്ണോപ്പയിലേക്ക് ഊറ്റിയെടുക്കാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ കപ്പപ്പുഴുക്കും കുരുമുളക് ചേർത്ത ചമ്മന്തിയും കട്ടൻ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതൊരു വാഴയിലേക്ക് നമ്മൾ വിളമ്പി മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. എൻ്റെ കൂട്ടുകാർക്കെല്ലാം ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നമ്മൾ നല്ല മഴയുള്ള സമയത്ത് ഒരു 4 മണി സമയത്തൊക്കെ നമ്മളിങ്ങനെ ചൂട് കപ്പ പുഴുങ്ങിയതും കട്ടൻ ചായയും ചമ്മന്തിയും ഒക്കെ കഴിക്കുമ്പോൾ എന്ത് രുചികരമാണല്ലേ. അപ്പോൾ ഇങ്ങനെ കപ്പപ്പുഴുക്കിൻ്റെ കൂടെ കുരുമുളക് ചേർത്ത ചമ്മന്തിയൊക്കെ ആയിട്ട് കട്ടൻ ചായയൊക്കെ ആയിട്ട് കഴിച്ചവരൊക്കെ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ ചായ കൂടി വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ പുതിയ കൂട്ടുകാരെല്ലാം ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം.